നമ്മളിനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഡയഗ്രാഫ് ആൻഡ് ബൈനറി റിലേഷൻസ് ആണ്. ഫസ്റ്റത്തത് റിഫ്ലക്സീവ് ഡയഗ്രാഫ്. റിഫ്ലക്സീവ് ഡയഗ്രാഫിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൂപ്പിലാണ്. ദാറ്റ് ഈസ് എ ബിലോങ്സ് ടു ഇറ്റ് സെൽഫ്. അതായത് V1 തന്നെ ലൂപ്പ് ഫോം ചെയ്യുന്നു, V2 തന്നെ ലൂപ്പ് ഫോം ചെയ്യുന്നു, V4 ആയിട്ട് തന്നെ കണക്റ്റഡ്, V3 ആയിട്ട് തന്നെ കണക്റ്റഡ്. അങ്ങനെയുള്ള എ ഈസ് കണക്റ്റഡ് ടു എ, അതിനെയാണ് നമ്മൾ റിഫ്ലക്സീവ് ഡയഗ്രാഫ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് സിമ്മട്രിക് ഡയഗ്രാഫ്. സിമ്മട്രിക് ഡയഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ എ ടു ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ബി ടു എയിലേക്കും ഒരു എഡ്ജ് ഉണ്ടാകും. V1 തൊട്ട് V2യിലേക്കാണ് എഡ്ജ് പോകുന്നതെങ്കിൽ V2 തൊട്ട് V1യിലേക്കും ഒരു എഡ്ജ് ഉണ്ടാകും. അതാണ് സിമ്മട്രിക് ഡയഗ്രാഫ്. വി നോ ദാറ്റ് A, B = B, A ആയിരിക്കും. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ഡയഗ്രാംസ്. ട്രാൻസിറ്റീവ് ഡയഗ്രാംസ് എന്ന് വെച്ചാൽ A, Bയിലേക്കും B, Cയിലേക്കും എഡ്ജ് ഉണ്ടെങ്കിൽ C, Aയിലേക്കും ഒരു എഡ്ജ് ഉണ്ടാവും. അതാണ് ട്രാൻസിറ്റീവ് ഡയഗ്രാഫ്സ് എന്ന് പറയുന്നത്. V1 to V2 ഒരു എഡ്ജ് ഉണ്ട്, V2 തൊട്ട് V3 ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ദെൻ V1 to V3 ഒരു എഡ്ജ് ഉണ്ടാവും. ഇനി ഈക്വലൻസ് ഡയഗ്രാഫ് എന്ന് വെച്ചാൽ ഡയഗ്രാഫ് ദാറ്റ് ഈസ് ബോത്ത് റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. സച്ച് എ ഡയഗ്രാഫ് ഈസ് കോൾഡ് ആസ് ആൻ ഈക്വലൻസ് ഡയഗ്രാഫ്. ഈ തന്നിരിക്കുന്ന ഡയഗ്രാഫിൽ V1 തന്നെ കണക്റ്റഡ് ആണ്, V2 തന്നെ കണക്റ്റഡ് ആണ്, V3 തന്നെ കണക്റ്റഡ് ആണ്. അപ്പോൾ റിഫ്ലക്സീവ് ആണ്. ഇനി സിമ്മട്രിക് ആണോ എന്ന് നോക്കിയാൽ എല്ലാത്തിലും പാരലൽ എഡ്ജസ് വെർട്ടീസസ് തമ്മിൽ പോകുന്നുണ്ട്, സോ സിമ്മട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കിയാൽ V1 to V3 കണക്ഷൻ ഉണ്ട്, V3 തൊട്ട് V2 വരെ കണക്ഷൻ ഉണ്ട്, ദെയർഫോർ V2 to V1 വിൽ ബി കണക്റ്റഡ്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈക്വലൻസ് ഡയഗ്രാഫ്. നമുക്കിനി ഇത് ബേസ് ചെയ്തിട്ട് രണ്ട് പ്രോബ്ലംസ് കൂടി ചെയ്യാം. കൺസിഡർ S = set 3, 4, 7, 5, 8 ആണ്. ഡിഫൈൻ R on S by R = A, B, A is greater than B. അപ്പോൾ നമുക്ക് 3, 4, 7, 5, 8 വെർട്ടീസസ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള A is greater than B ആയിട്ടുള്ളവരെ ജോയിൻ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ 3 എന്ന് പറഞ്ഞത് ഈ ഒരു നമ്പറിനേക്കാളും ഗ്രേറ്റർ അല്ല, സോ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. 5 എന്ന് പറയുന്നത് 3നേക്കാൾ ഗ്രേറ്റർ ആണ്, സോ 5ഉം 3ഉം ജോയിൻ ചെയ്തു. നെക്സ്റ്റ് 4 3നേക്കാളും ഗ്രേറ്റർ ആണ്, അപ്പോൾ 4 3 ജോയിൻ ചെയ്തു. 5 4നേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് 5ഉം 4ഉം ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ഇപ്പോൾ 7 എന്ന് പറഞ്ഞ വേർട്ടെക്സ്. 7 എന്ന് പറയുന്നത് 3നേക്കാളും 4നേക്കാളും 5നേക്കാളും ഗ്രേറ്റർ ആണ്, സോ അവരുമായിട്ട് ജോയിൻ ചെയ്തു. നെക്സ്റ്റ് 8 എന്ന് പറയുന്നത് ഇവരെക്കാളൊക്കെ ഗ്രേറ്റർ ആയതുകൊണ്ട് 3, 5, 4, 7 ആയിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന ഡയഗ്രാഫ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ ഡയഗ്രാഫ് കറസ്പോണ്ടിങ് ടു ദ റിലേഷൻ ആർ ഓൺ Z8. Z എന്ന് പറഞ്ഞ ഇൻറ്റീജർ ആണ്, H എന്ന് പറയുകയാണെങ്കിൽ സെറ്റ് 0, 1, 2, 3, 4, 5, 6, 7 വരെയാണ്. വേർട്ടീസസ് വരെ ഡിഫൈൻഡ് ബൈ A by B ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് വെദർ R ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ എന്നാണ്. സോ നമ്മൾ 0, 1, 2, 3, 4, 5, 6, 7 വരെയുള്ള വേർട്ടീസസ് വരച്ചു. തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ A by B ആണ്. അപ്പോൾ 0 നോക്കുകയാണെങ്കിൽ 0/1, 0/2, 0/3 ഇതൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ എല്ലാ വേർട്ടീസസിൽ നിന്നും 0യിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു? എഡ്ജ് കൊടുത്തു. അടുത്ത നമ്മൾ 1 നോക്കുകയാണെങ്കിൽ 1/2, 1/3, 1/0 മാത്രമേ പോസിബിൾ അല്ലാതെ ഉള്ളൂ, ബാക്കിയെല്ലാം 1/7 വരെ പോസിബിൾ ആണ്. സോ ഈ നമ്പേഴ്സ് എല്ലാം 1ലേക്ക് എഡ്ജ് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ 2 നോക്കുവാണ്. 2ലേക്ക് പോസിബിളായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ 2യിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നില്ല. 2യിലേക്ക് ആകെ പോസിബിളായുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 2/1 ആണ്, അതുകൊണ്ട് 1ൽ നിന്ന് 2യിലേക്ക് നമ്മളൊരു കണക്ഷൻ കൊടുത്തു. അടുത്തത് 3ലേക്ക് നമുക്ക് പോസിബിളായിട്ടുള്ള ഒരു നമ്പർ ഇല്ല, ആകെ ഉള്ളത് 1/3 ആണ്, സോ നമ്മൾ 1ൽ നിന്ന് 3യിലേക്ക് കണക്ഷൻ കൊടുത്തു. അടുത്തത് 4ലേക്ക് പോസിബിളായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 4/2 എന്ന് പറയുന്നത് 2 ആണ്, സോ 2ൽ നിന്നും 1ൽ നിന്നും 4ലേക്ക് കണക്ഷൻ കൊടുത്തു. അടുത്തതായിട്ടുള്ളത് 5 ആണ്. 5ന് വേറെ നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 1ൽ നിന്ന് 5ലേക്ക് കണക്ഷൻ കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് 6 ആണ്. 6ന് എന്ന് വെച്ചാൽ 3യിൽ ഡിവിസിബിളാണ്. 6 / 3 എന്ന് പറഞ്ഞാൽ 2 ആണ്, അതുകൊണ്ട് അതേപോലെ 6 / 2 എന്ന് പറയുന്നത് 3 ആണ്, അതുകൊണ്ട് 1ൽ നിന്നും 2ൽ നിന്നും 3യിൽ നിന്നും 6ലേക്ക് കണക്ഷൻ കൊടുത്തു. അടുത്തത് 7നെന്ന് വെച്ചാൽ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 1/7, സോ 1ൽ നിന്ന് 7ലേക്ക് കണക്ഷൻ കൊടുത്തു. ഇങ്ങനെ ഫോം ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാഫ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 2 അവസാനിച്ചിരിക്കുന്നു.
എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.